ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുള്ള സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതിയുണ്ട്, നമ്മുടെ ശ്രുതിയുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി പറയാണ്, നിനക്കറിയാലോ ജോലി ഇല്ലാത്ത ആണുങ്ങൾക്ക് നാട്ടിൽ ഒരു വിലയുമില്ല. കുറെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ജോലി എങ്ങനെയെങ്കിലും നേടിയെടുത്തേ പറ്റൂ. ഇത് എനിക്ക് മനസ്സിലായി ശ്രുതി. പഠിച്ചു എന്ന് പറഞ്ഞിട്ടേ ഒരു കാര്യവുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നടക്കണമെങ്കിലേ ഒരു ജോലി വേണം. എന്തായാലും അത് ഞാൻ നേടിയിരിക്കും. ആ ഉറപ്പ് ഞാൻ ശ്രുതിക്ക് തന്നാ പോരെ. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്. ബാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര പ്രാർത്ഥനയിലാണ് കേട്ടോ. മകന് ജോലി കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിൽ പൂജാമുറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് സുധി, അമ്മേ ഞാൻ ഇറങ്ങാട്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോഴത്തേക്കും ഓടി ചെന്നിട്ട് നിക്ക് സുധി, നീ പോവല്ലേ, ഞാൻ ദാ വരുന്നു എന്നിങ്ങനെ ചന്ദ്ര പറഞ്ഞ് അങ്ങോട്ട് ഓടുവാണ്. എന്നിട്ട് ഒരു കുറച്ച് കുറിയൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ചെല്ലുക. എന്നിട്ട് മകന്റെ നെറ്റിയിൽ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ, നന്നായിട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിനിടയിലാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാ, ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല, ഉറപ്പായിട്ട് കിട്ടും എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട് ചോദിച്ചു, നല്ല കമ്പനി തന്നെയല്ലേ ഇന്റർവ്യൂവിന് പോകുന്നത്? അതെ അതെ, നല്ല കമ്പനി തന്നെയാ, നല്ല പൊസിഷനുള്ള ജോലിക്കാ ഇന്റർവ്യൂവിന് പോകുന്നത്. എന്റെ മോന് ജോലി കിട്ടുന്ന എനിക്കറിയാം. അതേ അമ്മേ, ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. നീ വായടച്ചാൽ മതി കേട്ടോ മോനെ, നിനക്ക് ഉറപ്പായിട്ടും ഈ ജോലി കിട്ടും. നീ അങ്ങോട്ടേക്ക് ഒന്നും പറയാൻ പോകണ്ട. ശരി അമ്മേ, ഏതായാലും ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി ഇറങ്ങി വരുന്നത്. സച്ചി അങ്ങ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും, ആഹാ എന്താണ് ഏട്ടാ, വേഷം കെട്ട് രാവിലെ തന്നെ തുടങ്ങിയോ? എങ്ങോട്ടാ, പാർക്കിലേക്കാണോ? അവിടെ കിടന്നാലല്ലേ നിനക്ക് പകലുറക്കം കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി ഇന്റർവ്യൂവിന് പോവുക, ചുമ്മാ മൂഡ് സ്പോയിൽ ചെയ്യല്ലേ. ഞാന് അവന്റെ മൂഡൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല. ഇവന് ജോലി കിട്ടിയാലും എനിക്ക് സന്തോഷം തന്നെ, പക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടാ. ഇവന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മേ കണ്ടോ അമ്മേ പറയുന്നത്? അപ്പൊ സച്ചി പറഞ്ഞു, ഇവനെ വെറും മണ്ടനാ, വെറും മണ്ടൻ. ഇവന് ജോലി കിട്ടാനുള്ള ബുദ്ധിയൊന്നുമില്ല. നീ ഇന്റർവ്യൂവിന് പോ. ഇനിയിപ്പോ ആ ജോലി കിട്ടിയില്ലെങ്കിൽ നീ എന്നോട് പറ, ഞാൻ നിനക്ക് നല്ലൊരു ജോലി തരാം. നീ എനിക്ക് ജോലി തരാനോ? എന്ത് ജോലിയാ നീ എനിക്ക് തരിക? അല്ല, നിനക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയാലോ. ഡ്രൈവ് ചെയ്യാനോ? അതെ, ടാക്സി ഡ്രൈവറായിട്ട് നിനക്ക് ഞാൻ ജോലി ശരിയാക്കി തരാം. ഇവൻ എന്തിനാണ് കാർ ഓടിക്കണത്? ഇവൻ കാർ ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, പിന്നെ എന്താ തേരാനോ ഇവനെ ഓടിക്കേണ്ടത്? എടാ, കാർ ഡ്രൈവറുടെ ജോലി ചെയ്താല് മാസം നിനക്ക് 30,000 രൂപ സമ്പാദിക്കാൻ പറ്റൂലോ. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതിലും എത്രയോ മുകളിൽ കാശ് കിട്ടും. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, നീ എന്താ കരുതിയിരിക്കുന്നത്? ഇത്രയും പഠിച്ച് ശ്രുതി കാർ ഓടിക്കാനോ? അതെന്താ കാർ ഓടിച്ചാല് പഠിച്ചവർക്ക് കാർ ഓടിക്കാൻ പറ്റില്ലേ? എന്റെ ശ്രുതിയുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് നിനക്ക് അറിയാമോ? നിനക്ക് എന്റെ ഭർത്താവിന്റെ ക്വാളിഫിക്കേഷൻ അറിയാഞ്ഞിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് 2 ഇംഗ്ലീഷ് ഡയലോഗൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇംഗ്ലീഷ് ഡയലോഗോ? എന്താ പറഞ്ഞത്? നിനക്ക് വിവരമില്ലെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഒരു ഇംഗ്ലീഷ് പോലും നിനക്കറിയില്ല. പിന്നെ എങ്ങനെയാ ശരിയാവുന്നത്? അതുകൊണ്ടൊക്കെയാ ഞാൻ പറഞ്ഞത്, എന്റെ ഭർത്താവ് കാർ ഓടിക്കേണ്ട കാര്യമില്ല. നിനക്ക് പിന്നെ കാർ ഓടിച്ച് ജീവിക്കാനേ പറ്റത്തുള്ളൂ. അത്രയും വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നിട്ട് പറഞ്ഞു, അതെ, എന്താ നിങ്ങൾ പറഞ്ഞത്? വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും ഇദ്ദേഹമല്ലേ ഈ കുടുംബം നോക്കിയത്? അത് കാർ ഡ്രൈവർ ജോലി ചെയ്തിട്ട് തന്നെ പിന്നെ എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത്? അല്ല, പഠിപ്പുള്ള ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് എല്ലാവരും മറന്നുപോയോ? ദാനമായിട്ട് വിവാഹം നിശ്ചയിച്ച പെണ്ണിനെ വിവാഹ മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് ഓടിപ്പോയതല്ലേ ഇദ്ദേഹം ചെയ്തത്? അതാണോ ഇദ്ദേഹം പഠിച്ച പഠിപ്പ്? ആ പഠിപ്പാണെങ്കിൽ നല്ല പഠിപ്പ് തന്നെയായിരിക്കും. കാറ് ഫിനാൻസർ പിടിച്ചോണ്ട് പോയപ്പോഴും ഇദ്ദേഹം വെറുതെ ഇരുന്നില്ല, കാറ് വാഷ് ചെയ്യുന്ന ജോലിക്ക് പോയി. നിന്റെ ഹസ്ബൻഡിനെ പോലെ പാർക്കിൽ പോയി ഉറങ്ങുമല്ല ചെയ്തത് എന്റെ ഹസ്ബൻഡ്. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു. ചന്ദ്ര, എന്താടി നീ ഇങ്ങനെ തിളയ്ക്കുന്നത്? ഇദ്ദേഹത്തിന് ജോലിയില്ല, പാർക്കില് സമയം ചെലവഴിക്കുകയാണെന്നുള്ള സത്യം സച്ചേട്ടൻ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഇപ്പോഴും ടിപ് ടോപ്പിൽ ഡ്രസ് ചെയ്ത് ഭക്ഷണം എടുത്ത് പാർക്കിൽ പോകുന്നുണ്ടാകും ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്നിട്ട് ഓരോന്നൊക്കെ കിടന്ന് ഇങ്ങനെ പറഞ്ഞേ എന്റെ ഭർത്താവിന് നാണം കെടുത്തണ്ട. അപ്പം നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അത് ഇവിടെ പറയണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മുടെ ശ്രുതിയും പറഞ്ഞു, അത് പിന്നെ തെറ്റ് ചെയ്തവരാരും തന്നെ ഇവിടെ ഇല്ലല്ലോ, തെറ്റ് ചെയ്യാത്തവരാരും തന്നെ ഇവിടെ ഇല്ലല്ലോ, അതിനെന്തിനാ എന്റെ ശ്രുതിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഓഹോ, കാർ ഡ്രൈവർ ജോലി നിനക്ക് ഇത്രയ്ക്ക് ഇൻസൾട്ട് തോന്നിയോ? നിന്റെ പഠിപ്പിന് നീ ആ ജോലി ചെയ്യും. ശ്രുതിയുടെ പഠിപ്പിന് ശ്രുതിക്ക് ഉയർന്ന ജോലി കിട്ടും. അല്ല, ഒരിക്കൽ നമ്മൾ കണ്ടതല്ലേ ഇവൻ ചെയ്യുന്നത്? ചോളൈ എന്ന് പറഞ്ഞ കപ്പലണ്ടി എറിഞ്ഞിട്ട് ക്യാച്ച് പിടിച്ച് തിരുന്ന ജോലി, അതാണോ ഇവന്റെ ജോലി? നീ കണ്ടോ? ഞാൻ വേണമെങ്കിൽ ബെറ്റ് വെക്കാം,
ഈ മടിയൻ ഒരു ജോലിക്കും പോകത്തില്ല. 2 3 ദിവസം അതിൽ കൂടുതൽ ഒരു കമ്പനിയിലും നിൽക്കില്ല. ജോലി കിട്ടിയെന്നേ നിന്നോട് കള്ളം പറഞ്ഞ് വീണ്ടും ഇവൻ ബീച്ചിൽ പോയി കിടക്കും. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഇവൻ പഠിച്ച പഠിപ്പിനുണ്ടല്ലോ എന്റെ മോനെ ക്യൂ നിന്ന ആൾക്കാർ കൊണ്ടുപോകും. അയ്യോ, ഇതുവരെ ക്യൂ ഒന്നും കണ്ടില്ലല്ലോ. ആ എങ്കിൽ പിന്നെ ഇവന്റെ അഡ്രസ്സ് അറിയാഞ്ഞിട്ടായിരിക്കൂലേ ഇതുവരെ ആരും ഇങ്ങോട്ടേക്ക് വന്ന് ഇവനെ കൊണ്ടുപോകാത്തത്. അത് തന്നെ ആയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, രവിയേട്ടാ കണ്ടോ, സുധി ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയതാ. അതിനിടയിൽ ഇവൻ ഓരോന്ന് പറഞ്ഞു ഉടക്കുണ്ടാക്കുക, സമാധാനം കൊടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ ശ്രുതിയും പറഞ്ഞു, ഡ്രൈവർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക എന്റെ ഭർത്താവിനെ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടനെ ഇൻസൾട്ട് ചെയ്തിട്ടാ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അയ്യോ അച്ഛാ, ഞാൻ ഇൻസൾട്ട് ഒന്നും ചെയ്തില്ല. അതുമല്ല, ഡ്രൈവർ ജോലി ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് വലിയ ഇൻസൾട്ട് ആണോ? എന്റെ പൊന്നേടത്തി, ഉന്നത വിദ്യാഭ്യാസമുള്ളവർ എത്ര പേര് ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല പല ജോലികളും ചെയ്യുന്നുണ്ട്. അവരെന്തുകൊണ്ട് ആ ജോലി ചെയ്യുന്നതെന്ന് അറിയാമോ? അവർക്കൊക്കെ കുടുംബത്തെ കുറിച്ച് വിചാരമുണ്ട്, കുടുംബം പട്ടിണി കിടക്കില്ല എന്ന് ആഗ്രഹമുണ്ട്. ഇവന് അതൊന്നുമില്ല, സ്വന്തം കാര്യം ചിന്താവാ. അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി പറയുന്നു, നോക്കങ്ങളെ, ഇത് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് എന്റെ ശ്രുതിയുടെ കോൺഫിഡൻസ് പോകില്ലേ, പിന്നെ എങ്ങനെ ജോലി കിട്ടും? പിന്നെ അവനിപ്പോ ജോലി കിട്ടും. എന്റെ മിണ്ടാതിരിക്കാൻ എന്റെ പൗഡറെ എടുത്തി. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ മിണ്ടാതിരിക്കുക, അവനൊരു ഇന്റർവ്യൂവിന് പോവല്ലേ, നല്ല വാക്ക് പറഞ്ഞല്ലേ യാത്ര അയക്കേണ്ടത്, വെറുതെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. മോളെ ശ്രുതി, എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, ഒന്നിനെയും കുറച്ച് കാണാൻ ശ്രമിക്കരുത്. രേവതി പറഞ്ഞത് ശരിയാണ്, അതിനും ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വവും ഉണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയാം ശ്രുതി, എത്രയും പെട്ടെന്ന് നീ നല്ലൊരു ജോലി കണ്ടെത്താൻ നോക്ക്, അതാ നീ ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ആശ്രവതം മേടിക്കുക അങ്കിളിന്റെയും ആന്റിയുടെയും, എന്നിട്ട് പോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചു പറഞ്ഞു, അയ്യോ ഒരു വലിയ ബാഹുബലി, ഇനിയിപ്പം അനുഗ്രഹം മേടിച്ചിട്ട് യുദ്ധത്തിന് പോകുമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, വന്നേ സച്ചേട്ടാ ബാ, അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അച്ഛന്റെ അമ്മയുടെ കാലെ തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. നമ്മുടെ രവീന്ദ്രനും പറയാണ്, നന്നായി വരട്ടെ മോനെ, നല്ല ജോലി കിട്ടും മോന്, പോയിട്ട് വന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അതെ എല്ലാവരെയും ശ്രുതിയെ ബഹുമാനിക്കുന്ന ഒരു ദിവസം വരും, ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു ഭാര്യ തന്നെയാണല്ലേ നമ്മുടെ ഈ ശ്രുതി. കാരണം ഭർത്താവിന് എത്ര തളർന്നാലും കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വരുന്ന ഒരു ഭാര്യനെ ആരാണ് ആഗ്രഹിക്കാത്തത്? നമ്മുടെ ശ്രുതിക്ക് കിട്ടിയത് നല്ലൊരു ഭാര്യനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ചന്ദ്രയ്ക്ക് കിട്ടിയത് നല്ലൊരു അമ്മായിയമ്മേനെയോ ബാക്കിയുള്ളവർക്ക് കിട്ടിയ നല്ലൊരു ഏടത്തിനെയോ അല്ല, അതാണ് സത്യം. നമ്മുടെ ശ്രുതിയുടെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ശ്രുതി പക്ക പെർഫെക്റ്റ് തന്നെയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ഓരോ പണികളൊക്കെ ഇങ്ങനെ ഓടിപ്പടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര വന്നിട്ട്, എവിടെയടി നിന്റെ കെട്ടിയോൻ പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ തുറച്ചു നോക്കിയപ്പോ, നീ എന്തിനാടി ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എന്തിനാ അമ്മേ എന്റെ കെട്ടിയോൻ എന്ന് പറയുന്നത്? അല്ല അമ്മയുടെ മകനല്ലേ അദ്ദേഹം, അമ്മയുടെ മകൻ എവിടെ പോയി എന്ന് ചോദിച്ചാ പോരെ? ഓ നീ കൂടുതൽ ഓർമ്മപ്പെടുത്തുമൊന്നും വേണ്ട, എന്റെ മകനാണെന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, അവൻ പോയോ? അത് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം പോയി. എന്താടി അവന്റെ വിചാരം? അവന്റെ വിചാരം ഞാൻ പറയാം, ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയ സുധിയെ പിടിച്ചു നിർത്തി എന്തൊക്കെയാ പറഞ്ഞത്, നീ അതൊക്കെ കേട്ട് ആസ്വദിച്ച് നിന്നില്ലേ? അല്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എഴുതി കൊടുക്കുന്ന അല്ലേ അവൻ പറയുന്നത്. സച്ചേട്ടൻ എന്താ സിനിമയിൽ അഭിനയിക്കാണോ ഞാൻ എഴുതി കൊടുത്തത് പറയാന്? തർക്കുത്തരം പറയുന്നോടി, നിർത്തടി. എന്താ നിങ്ങൾക്കൊക്കെ എന്തും പറയാം, സച്ചേട്ടനൊന്നും മിണ്ടാൻ പോലും പാടില്ലല്ലേ? പഠിക്കാത്തവനെന്നും പറഞ്ഞ് അമ്മ അവൻ എന്റെ സച്ചേട്ടനെ ഇൻസൾട്ട് ചെയ്തില്ലേ? പഠിക്കാത്തവനെ പിന്നെ എന്താ പറയേണ്ടത്? അവൻ പഠിച്ച് കളക്ടർ ജോലി ചെയ്യുന്നവനൊന്നും അല്ലല്ലോ. കളക്ടർ ജോലി ഒന്നും ചെയ്യുന്നില്ല അമ്മേ, ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഈ കുടുംബം നോക്കുന്നുണ്ടല്ലോ, കുടുംബം പുലർത്താനുള്ള വരുമാനം എന്റെ സച്ചേട്ടനുണ്ട്. പഠിപ്പുള്ളവർ ഒരു ജോലിയും ചെയ്യാതെ നടക്കല്ലേ. അപ്പൊ നമ്മുടെ ശ്രുതി അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ശ്രുതി പറഞ്ഞു, എന്റെ ശ്രുതിയെ കൊള്ളിച്ച് സംസാരിക്കുന്നത് കേട്ടോ ആന്റി, അതിന് ഞാൻ പറയുന്നത് കള്ളമൊന്നും അല്ലല്ലോ ശ്രുതി. അപ്പൊ ചന്ദ്ര പറഞ്ഞു, വല്ലാതെ അങ്ങ് സന്തോഷിക്കല്ലേ, ഇന്ന് ശ്രുതിക്ക് ജോലി കിട്ടും. അതിന് ഞാന് അദ്ദേഹത്തിന് ജോലി കിട്ടില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. ഒരു ജോലി ഉയർന്നതും നല്ലതും, മറ്റേ ജോലി താഴ്ന്നതും മോശപ്പെട്ടതും, അങ്ങനെ പറയരുതെന്നേ ഞാൻ പറഞ്ഞോളൂ, അല്ലാതെ ആർക്കും ജോലി കിട്ടരുത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, അതിപ്പം ഡ്രൈവർ ജോലിക്കും അങ്ങനെ തന്നെയാ, അല്ലാതെ ഡ്രൈവർ ജോലിയെ തരം താഴ്ത്തി കെട്ടണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, വലിയ മുതലാളി ആയ പോലെ സംസാരം, എടി വലിയ പൂക്കട വെച്ചെന്ന് പറഞ്ഞ് വലിയ ആളാവല്ലേ, എല്ലാ ജോലിയും ഒരുപോലെ അല്ല. പൂക്കടയിൽ നിനക്ക് എന്ത് വരുമാനമാടി കിട്ടുന്നത്?
എന്റെ പേരിട്ട പാർലറിൽ നിന്ന് എന്റെ ശ്രുതിമോള് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. നിനക്കത് സ്വപ്നം കാണാൻ കഴിയുമോടി? ഇനിയും ഇവള് കുറെ ബ്രാഞ്ചുകൾ തുടങ്ങും. നീയ ജീവിത അവസാനം വരെ ആ റോഡ് സൈഡിൽ നിന്ന് പൂ കെട്ടിക്കൊണ്ടേയിരിക്കും. നിന്റെ ജീവിതം അവിടെ തരും അല്ലേ ശ്രുതി എന്ന് പറയുമ്പം ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഇല്ലേ, അതുകൊണ്ടാണ് ആ ഒരു ഞെട്ടല്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അത് നമുക്ക് കണ്ടറിയാം. ആര് കുറെ ബ്രാഞ്ച് തുടങ്ങും, ആര് റോഡ് സൈഡിൽ നിൽക്കുന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. അല്ലാതെ ഇപ്പോഴേ മുൻകൂട്ടി എല്ലാം പറയണോ? എന്റെ ഈ സച്ചേട്ടന്റെയും മെക്കിട്ട് കയറാൻ വരുന്ന സമയത്ത് അമ്മയുടെ മകനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക്. എടി നീ എന്താടി പറഞ്ഞത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി നല്ലവനല്ലെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ചന്ദ്ര പറഞ്ഞു, നാവ് അടക്കടി, നിന്റെ കെട്ടിയോനേക്കാളും കുറച്ച് ഓവർ ആവുന്നുണ്ട് നീ. മിണ്ടാതെ അവിടെ ഇരുന്നോണം. നീ ആരെക്കുറിച്ച് സംസാരിക്കണ്ട, അതിനുള്ള അർഹത നിനക്കില്ലടി. അടങ്ങി നിന്നോണം. നീ അടങ്ങി നിന്നില്ലെങ്കിലുണ്ടല്ലോ പിന്നെ നിന്റെ കെട്ടിയോനെ നീ അടക്കി നിർത്തണം. ഇനി ശ്രുതിയെയും മറ്റുള്ളവരെയും ഇടിച്ചു താഴ്ത്തി സംസാരിക്കാൻ വന്നാല്, അമ്മേ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഒത്തിരി ആയില്ലല്ലോ, അടുത്ത കാലത്തല്ലേ വന്നത്. ഈ കാലം അത്രയും അമ്മയുടെ കൂടെ ജീവിച്ചത് അമ്മയുടെ മകനല്ലേ, സച്ചേട്ടനല്ലേ. അമ്മയ്ക്ക് അദ്ദേഹത്തെ അടക്കി നിർത്താമായിരുന്നില്ലേ? പറ്റിയില്ലല്ലേ? പിന്നെ എനിക്ക് പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നീ പറയുന്നതൊക്കെ കേക്കൂടി, നീ പറയുന്നതും ആവശ്യപ്പെടുന്നതൊക്കെ അവൻ കേൾക്കും. അങ്ങനെ പറഞ്ഞു മേടിച്ചല്ലേ പൂക്കടാ. അതെ, അത് ഞാൻ പറയാതെ തന്നെ എന്റെ ഭർത്താവ് എനിക്ക് സമ്മാനമായിട്ട് തന്നത് ആ പൂക്കട. ആ പൂക്കട കണ്ടിട്ട് ഇവിടെ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അന്തസ്സോടുകൂടി ഞാൻ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം എനിക്ക് കട വെച്ച് തന്നത്. ഞാൻ ആരുടെയും മുമ്പിൽ തല കുനിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാ എനിക്ക് പൂക്കട വെച്ച് തന്നത്. അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താവ്. ഇത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വല്ലാണ്ട് അങ്ങ് ആയിപ്പോയിട്ടോ. കാരണം ശ്രുതിയെ കുത്തി പറഞ്ഞാണെന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു, ഇനിയിപ്പം സച്ചേട്ടനെ അടക്കി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ വീട്ടിലുള്ളവരെ ചിലവരെ അടക്കി നിർത്തണം, പറഞ്ഞു മനസ്സിലാക്കണം. അവരെ നോക്ക്, എന്നെ സച്ചേട്ടനെ അങ്ങ് വിട്ടേരെ. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് കഴിക്കുക. എനിക്ക് നല്ല തിരക്കുണ്ട്, ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പൂക്കടയിലേക്ക് പോകാന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് പോയിട്ടോ. നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് എന്താ പറയാ, ദേഷ്യം വന്ന് വിളറി വെളുത്ത് നിൽക്കുക. അതിന്റെ കൂടെ നമ്മുടെ ശ്രുതിക്ക് അതിലും വലിയ ദേഷ്യം. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാ, ഇതിനെല്ലാം കാരണം സച്ചിയാ. അവൻ കാരണമാ അവളുടെ നാവ് ഇങ്ങനെ പൊങ്ങുന്നത്. രണ്ടുപേരും അധികകാലം സ്നേഹിച്ചു പോകൂല, അതിനുള്ളൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അകത്തേക്ക് പോയി. ശ്രുതി ആണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റില്ല. കള്ളത്തരത്തിന്റെ പുറത്ത് ഓരോ കള്ളത്തരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയാണ്. സുധിയാണെങ്കിൽ ഓരോ സ്ഥലത്ത് ജോലികൾ തേടി തേടി ഇങ്ങനെ നടക്കണം. അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഒരു സ്ഥലത്ത് നമ്മുടെ സുധിക്ക് ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഓഫീസിൽ പോയി അവിടെ ചെന്നിട്ട് തന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ കാണിക്കുന്നു. അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അതെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട് താങ്കൾക്ക്, പക്ഷെ ഒരു എക്സ്പീരിയൻസും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജോലി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം, അയ്യോ പ്ലീസ് സാറേ ജോലി തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ തന്നോടല്ലേടോ ജോലി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. ഇതെന്താ താന് ഒരു ഇത് കാണിക്കുന്നത്? ഒരു അന്തസ്സും വിലയൊക്കെ വേണ്ടേ? തനിക്ക് ഇത്ര ക്വാളിഫിക്കേഷൻ ഉള്ളതല്ലേ, താനെന്തിനാ ഇങ്ങനെ കിടന്ന് ചുമ്മാ നാണം കെട്ട് മനുഷ്യരോട് ജോലി താ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന വല്ല തരം താഴ്ന്ന പരിപാടിയായി പോയല്ലോ, എണീറ്റ് പോടോന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തല കുനിച്ച് എണീറ്റ് പോവുകയാണ്. അങ്ങനെ പോയി ലാസ്റ്റ് നമ്മുടെ സുധി ചെല്ലുന്നത് പഴയ ഒരു മേഡം ഉണ്ടല്ലോ, നമ്മുടെ ലേഡീസിന്റെ ഓഫീസിലൊന്നും സുധി ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞൊരു മേഡം. അവിടെ ചെന്നപ്പോഴത്തേക്കും ആ മേഡത്തിന്റെ തരം താഴ്ത്തി സംസാരിക്കുക. അങ്ങനെ മേഡം അവിടെ നിന്ന് നമ്മുടെ സച്ചിനെ അല്ല സോറി എന്റെ ദൈവമേ, സുധി പേര് മാറിപ്പോയിട്ടുണ്ടെന്ന് ക്ഷമിച്ചേക്കണേ, സുധീനെ ഓടിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സുധിയോട് അവിടെ ചെന്നപ്പോ ആ മേഡം പെട്ടെന്ന് ചോദിച്ചത് ശ്രുതിയുടെ ഭർത്താവല്ലെന്നാ. കാരണം ശ്രുതിയുടെ ക്ലൈന്റ് ആണ് കേട്ടോ ഈ ഒരു പുള്ളിക്കാരി, അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ ആ പുള്ളിക്കാരി ശ്രുതിയുടെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ. അല്ല പേരെന്താ? സുധി എന്നാ എന്റെ പേര്. അത് മേഡം എനിക്കൊരു ജോലി അല്ല ഇവിടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, കുറെ പോസ്റ്റുകളും ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതൊക്കെ ശരിയാണ്. അല്ല താനല്ലേടോ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ജോലിക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് പ്രസംഗിച്ചത്, സ്ത്രീകൾ അങ്ങനെയാണ്, സ്ത്രീകൾ ഇങ്ങനെയാണ്, സ്ത്രീകളുടെ കീഴില് ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ വലിയ അഹങ്കാരത്തോടു കൂടി ഇവിടുന്ന് പോയത് താനല്ലേ? തനിക്ക് ഞാൻ ഇവിടെ ജോലി തരണം എന്നല്ലേ? ഇല്ലില്ലില്ല, എണീറ്റോ സ്ഥലം വിട്ടുപോക്കോ. ഏതായാലും തനിക്ക് ജോലി തരില്ല. താന്റെ സ്വഭാവം മാറിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. താന് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് വരിക അല്ലേ, എവിടെയും ജോലി കിട്ടുന്നില്ലല്ലേ? ഇവിടെ തന്നെ കയറ്റി കഴിഞ്ഞാലേ എന്റെ നിലയും വിലയും പോകുന്നത്. അതുകൊണ്ട് ദയവേദി ഇങ്ങോട്ട് ഇവിടുന്ന് പൊക്കോ. ഇനിയിപ്പം ശ്രുതിയുടെ ഭർത്താവാണെന്നുള്ളൊരു പരിഗണന പോലും ഞാൻ തരില്ല. പൊക്കോ. അല്ല ഒരു കാർ ഷോറൂമിലാണല്ലോ താൻ ജോലി ചെയ്തോണ്ടിരുന്നത്, അവിടുന്ന് തന്നെ ഓടിച്ചു വിട്ടോ? അതോ ഇനിയിപ്പോ അവിടെ വല്ല സ്ത്രീകളും വന്നോ ജോലിക്ക്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്? അയ്യോ മേഡം അതൊന്നും അല്ല, എന്റെ പണ്ടത്തെ ചിന്താഗതിയൊക്കെ ഞാൻ മാറ്റി.
ചിന്താഗതിയല്ല മാറ്റിയത്. പണ്ട് ജോലി ഉണ്ടായിരുന്നു, ഇപ്പം ഒരു സ്ഥലത്തും ജോലി കിട്ടുന്നില്ല, അതുകൊണ്ട് നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു, അതാണ് പറയേണ്ടത്. ഏതായാലും ഇവിടെ തനിക്ക് ജോലിയില്ല, വിട്ടോ 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 എന്നും പറഞ്ഞ് നമ്മുടെ സുധീനെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കാണ് കേട്ടോ. അങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നമ്മുടെ സുധീനി എവിടെ പോവും, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ജോലിയില്ലാതെ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ സ്വഭാവവും മാറും. അതിനിടയ്ക്ക് ശ്രുതി ഫോൺ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതുവരെ ജോലി കിട്ടിയില്ല, പക്ഷെ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്, ഞാൻ ജോലിക്ക് കയറിയിട്ടേ അങ്ങോട്ടേക്ക് വരത്തുള്ളൂ, ഇന്ന് എനിക്ക് ജോലി കിട്ടുമെന്നൊരു വിശ്വാസം ശ്രുതി ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയോട്. ഏതായാലും ശ്രുതി ആ ഒരു വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നുമുണ്ട്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാം. ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. വേറൊന്നും അല്ലാട്ടോ, ഞായറാഴ്ചയും ശനിയാഴ്ചയും കുറച്ച് ഉറക്കം കൂടിപ്പോവും. മക്കൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഉറക്കം കൂടിപ്പോയി. അപ്പൊ അലാറം അടിച്ചൊന്നും കേട്ടില്ല. എല്ലാ ശനിയാഴ്ച എനിക്ക് സംഭവിക്കാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയി പോയത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.